പൊളിച്ചു മാറ്റിയ സമരപ്പന്തൽ അത് വീണ്ടും പണിഞ്ഞ് പ്രതിഷേധം പുനരാരംഭിച്ചതിന് പിന്നാലെ CJPയുടെ പ്രതിഷേധം, പാർട്ടിയുടെ പ്രതിഷേധം അത് കുറച്ചുകൂടി കടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിയാണത്. ആ പ്രതിഷേധ വേദിയും പിന്നിട്ട് ഒന്നാമത്തെ ബാരിക്കേഡ് ഉണ്ടായിരുന്നു. ആ ഒന്നാമത്തെ ബാരിക്കേഡും പിന്നിട്ട് രണ്ടാമത്തെ ബാരിക്കേഡും പിന്നിട്ട് പ്രവർത്തകർ ഇപ്പോൾ മൂന്നാമത്തെ ബാരിക്കേഡിനടുത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ദില്ലി പോലീസിന്റെ വലിയ വിന്യാസം ഈ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജന്തർ മന്ദറിന്റെ മുൻവശത്തെ ഗേറ്റായ ജൻപത്തിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു, ദില്ലി പോലീസിന്റെ ബാരിക്കേഡുകൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരൊറ്റ ബാരിക്കേഡ് മാറ്റിയപ്പോൾ പല ഭാഗത്തു നിന്നും ആളുകൾ എരച്ചെത്തി ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. ജൻപത്തിന്റെ ആ ഒരു ഗേറ്റിലെ ദൃശ്യങ്ങൾ അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. ദില്ലിയുടെ പ്രധാനപ്പെട്ട ഒരിടമാണ് ജന്തർ മന്ദറിലേക്ക് പോകുന്ന വഴി. ജന്തർ മന്ദറും കടന്നുകൊണ്ട് അതിന് പിന്നാലെയാണ് കേരള ഹൗസ് ഉള്ളത്. അവിടേക്ക് ഉണ്ടായിരുന്ന പ്രതിഷേധത്തിന്റെ ആ ഒരു സ്വരം തന്നെ മാറിയിരിക്കുന്നു. പൂർണ്ണമായും ആളുകൾ രംഗത്തേക്ക് എത്തുന്നു. അവർ മുൻപയോഗിച്ചിരുന്ന ബാരിക്കേഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഇവിടെ കാണാൻ കഴിയും. ദേശീയ പതാകയടക്കം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന. കൂടുതൽ പ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തുന്ന സാഹചര്യം. എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് തലസ്ഥാനമാകെ സംഘർഷഭരിതമായ സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടിയത് വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരുപാട് ആളുകൾ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും പോലീസും നിൽക്കുന്ന കാഴ്ച അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മറികടന്ന് ജന്തർ മന്ദറിന് മുന്നിൽ, നടുവിൽ, സമരവേദിയിൽ, പിന്നിൽ, അങ്ങനെ ഇതിന് മുന്നായിട്ട് പൂർണ്ണമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച പാർട്ടി മുന്നോട്ട് പോകുന്നു. പ്രതിഷേധം അതിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഒറ്റ ആവശ്യം മാത്രം മുന്നോട്ട് വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ വസ്തുനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.